മനോജ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. മനോജ്, എവിടെയും ആഹ്ലാദം അലയടിക്കുകയാണ് കണ്ണൂരിൽ UDF പ്രവർത്തകരും NDA പ്രവർത്തകരുമായി. ഇത്തരത്തിൽ വലിയ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. എല്ലാ വോട്ടെണ്ണൽ പൂർണ്ണമായോ? എല്ലായിടത്തു നിന്നുള്ള വിവരങ്ങൾ എന്താണ്? ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടെണ്ണൽ പൂർണ്ണമായോ? കോർപ്പറേഷൻ്റെ വിവരങ്ങൾ ഏതാണ്ട് നമുക്ക് നേരത്തെ ലഭ്യമായതാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ വിവരങ്ങൾ എന്താണ്? അതോടൊപ്പം തന്നെ ലഭ്യമായ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വിവരങ്ങൾ കൂടി. അർജുൻ, കണ്ണൂർ ജില്ലയിലും UDFന് വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന തരത്തിൽ തന്നെയാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തുകളിലും നേട്ടമുണ്ടാക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാൻ UDFന് കഴിഞ്ഞു. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്തിൽ മയ്യിൽ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട LDFന്റെ കരുത്തുറ്റ ഒരു പ്രദേശം ഉൾക്കൊള്ളുന്ന ഒരു ഡിവിഷൻ പിടിച്ചെടുക്കാൻ UDFന് കഴിഞ്ഞു. അങ്ങനെ പല വിധത്തിലുള്ള ആഘാതം LDFന് ഏറ്റ ഒരു തെരഞ്ഞെടുപ്പാണിത്. കണ്ണൂർ കോർപ്പറേഷന്റെ കാര്യത്തിൽ 36 സീറ്റുകൾ നേടിയാണ് UDF അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതിൽ തന്നെ പല LDFന്റെ സിറ്റിംഗ് സീറ്റുകളും തകർന്നു വീഴുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി LDFന് ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. അല്പം മുമ്പ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ മാധ്യമങ്ങളെ കണ്ടു. ഒരു തിരിച്ചടി, വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായത് എന്ന കാര്യം സമ്മതിക്കുകയാണ് MV ജയരാജൻ ചെയ്തത്. എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് പാർട്ടി പരിശോധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് വലിയ രീതിയിലുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കിക്കൊണ്ടാണ് LDF സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് കൂടി എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായി, ഇത് ജനങ്ങളിൽ എത്തിക്കുന്നതിൽ മുന്നണി പരാജയപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കും എന്നാണ് MV ജയരാജൻ വ്യക്തമാക്കുന്നത്. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം, LDFനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ജനവിധിയാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും തിരിച്ചടി ഉണ്ടാകും എന്ന് പാർട്ടി തന്നെ എപ്പോഴും വിലയിരുത്താറുണ്ട്. കാരണം അത് ദേശീയ തലത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടാറുള്ളത്. അങ്ങനെ ഈ മത ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ തന്നെ UDFന് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും കാണാറുണ്ട്. പക്ഷേ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒന്നും അത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാകാറില്ല. പക്ഷേ ഇത്തവണത്തെ ഒരു കാര്യം പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു വോട്ട് ധ്രുവീകരണം നടന്നിട്ടുണ്ട്. അത് LDFനെതിരായ ഒരു സാഹചര്യം സൃഷ്ടിച്ചു. UDFിലേക്ക് മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ വ്യാപകമായി കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് BJPയും CPMും തമ്മിലുള്ള ഡീൽ എന്ന UDFന്റെ പ്രചരണം ഈ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ശക്തമായി തന്നെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ MV ജയരാജനോട് ചോദിച്ചപ്പോൾ അങ്ങനെ പൂർണ്ണമായും പറയാൻ കഴിയില്ല. പക്ഷേ എന്തൊക്കെയോ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പാർട്ടി എന്തായാലും ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടേണ്ടവ, തിരുത്തേണ്ടവയൊക്കെ തന്നെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ഈ MV ജയരാജൻ പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യത്തിനും MV ജയരാജൻ പറഞ്ഞത് ഈ ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ സമയത്തേക്ക് അപ്പോഴത്തേക്കുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ മാറിമറിയും. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി മറികടക്കാൻ CPMന് കരുത്തുണ്ട്, മറികടക്കും എന്ന് തന്നെയാണ് MV ജയരാജൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് LDF നിലനിർത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച ഇപ്പോൾ പ്രശാന്തൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് നമ്മളുള്ളത്. അദ്ദേഹം നമ്മളോട് സംസാരിക്കും. ബ്ലോക്ക് പഞ്ചായത്തിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സ്ഥിതി എങ്ങനെയാണ്? ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ തവണ LDFന്റെ ഭരണത്തിലായിരുന്നു. LDFന്റെ ഭരണത്തിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയിൽ നല്ല സമാനതകളില്ലാതെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയത്. അത്തരം വികസന പ്രവർത്തനങ്ങൾ തുടരാൻ പാകത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നില എന്ന നിലയിൽ LDF സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചിട്ടുള്ളത്. മറ്റ് എപ്പോഴും ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു അപ്രമാദിത്യം LDFന് ഉണ്ടാകാറുണ്ട്. ഇത്തവണ ഒരു ബ്ലോക്ക് അധികമായി UDF പിടിച്ച് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും കണ്ണൂരിൻ്റെ ഒരു കാര്യത്തിൽ ഒരു തരത്തിലുള്ള പ്രയാസമില്ലാത്ത രീതിയിൽ തന്നെയാണോ? സീറ്റ് നില എങ്ങനെയാണ്? സീറ്റ് നില ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നത് 9 LDF 5 UDF എന്ന നിലയിലാണ്. നേരത്തെ 10-3 എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ് ഈ സീറ്റിൻ്റെ കാര്യത്തിൽ കുറവുണ്ടാവാൻ കാരണം എന്നുള്ളത് സംബന്ധിച്ചൊക്കെ പരിശോധിച്ച് വരേണ്ടതാണ്. എന്ത് തന്നെയായാലും പൊതുവെ ബ്ലോക്ക് പഞ്ചായത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ പൊതുവെ നല്ല സ്വീകാര്യത തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ആ സ്വീകാര്യത വെച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസനത്തിന് തുടർച്ച ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങളുടെ ഒരു
വിജയം ഏത് രീതിയിലാണ്? നല്ല വിജയം നേടാൻ കഴിഞ്ഞു? നല്ല നിലയിലുള്ള വിജയമാണ്. ഏകദേശം 900-ന് മുകളിൽ ഭൂരിപക്ഷത്തിലേക്ക് ആ ഒരു ചെറിയ 5 വാർഡുകളിൽ നിന്ന് ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് ഒന്ന് അവിടെയുള്ള മുഴുവൻ വീടുകളും കയറാൻ സാധിച്ചിട്ടുണ്ട്, പരമാവധി വോട്ടർമാരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട്. ഇനിയും ജനങ്ങളുടെ ഇടയിലാണല്ലോ നമ്മളിപ്പം പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനം ജയിച്ചാലും തോറ്റാലും നമ്മൾ തുടരേണ്ടതാണ്. ജയിച്ചാലും തുടരും, തോറ്റവരും തുടരും. ബ്ലോക്ക് പഞ്ചായത്ത് ഇനി കൂടുതൽ വികസന പ്രവർത്തനങ്ങളുമായി കൂടുതൽ ജനങ്ങളിലേക്ക് അടുത്ത തവണ ഇതിനേക്കാൾ മികച്ച വിജയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകുമല്ലേ? തീർച്ചയായും അങ്ങനെയാണല്ലോ സ്വാഭാവികമായും വേണ്ടത്. ജയിച്ച എല്ലാവരും നല്ലവരും, തോറ്റ എല്ലാവരും മോശക്കാരുമല്ല. ജയിച്ച ഇതിൽ നല്ലവരുണ്ട്, തോറ്റവരിലും നല്ലവരുമുണ്ട്. എല്ലാവരും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടതാണ്. ജയവും തോൽവി എന്നത് ഒരു താൽക്കാലികമായ പ്രതിഭാസമാണ്. രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിന് ജയവും തോൽവിയും ഒരു തടസ്സമല്ല. എന്തായാലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താങ്കളുടെ പേരൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. സംഭവിക്കുമല്ലോ അല്ലേ? അതൊക്കെ പാർട്ടി പിന്നെ തീരുമാനിക്കേണ്ട കാര്യമല്ലേ. അത് ഇപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ വലിയ വിജയമാണ് പ്രശാന്ത് നേടിയത്. അതോടൊപ്പം തന്നെ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം LDF 9-5 എന്നുള്ള രീതിയിൽ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. അർജുൻ, മനോജ്, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ വിവരങ്ങൾ എന്താണ്? ജില്ലാ പഞ്ചായത്തിൽ വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ UDF ലീഡൊക്കെ ഉയർത്തിയിരുന്നു. പിന്നീട് അത് മാറി LDF കൂടുതൽ ഡിവിഷനുകളിൽ ലീഡ് ചെയ്യുന്ന നിലയാണ്. ജില്ലാ പഞ്ചായത്തിലെ ഏറ്റവും ഒടുവിലത്തെ വിവരം എന്താണ്? അർജുൻ, ജില്ലാ പഞ്ചായത്ത് 17-8 എന്നുള്ള രീതിയിൽ തന്നെയാണുള്ളത്. കഴിഞ്ഞ തവണയും 17 ഡിവിഷനിൽ തന്നെയാണ് LDF വിജയിച്ചിരുന്നത്. സമാനമായ രീതിയിൽ ഇത്തവണ ഒരു ഡിവിഷൻ അധികം ഉണ്ട്. അതേ രീതിയിൽ തന്നെ, അതായത് ആ ഒരു സീറ്റ് അധികം എന്ന് പറയുന്നത് UDFന് അങ്ങനെ പറയാൻ കഴിയില്ലെങ്കിൽ കൂടി 8-17 എന്നുള്ള രീതിയിലേക്കാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു സീറ്റ് നില ഉള്ളത്. 17 ഡിവിഷൻ കഴിഞ്ഞ തവണയുമുണ്ട്. അതേ രീതിയിൽ തന്നെ നിലനിർത്താൻ കഴിഞ്ഞു എന്നത് LDFന് ആശ്വാസമാണെങ്കിൽ പോലും മയ്യിൽ ഡിവിഷൻ നഷ്ടമായതാണ് വലിയ രീതിയിലുള്ള ഒരു ആഘാതമായി LDFന് ഉണ്ടാകാൻ പോകുന്നത്. അത് ആ കാര്യങ്ങൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ മയ്യിൽ ഡിവിഷൻ പുനർനിർണയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ വലിയൊരു ഭാഗം, മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ ഈ കൊളച്ചേരി പഞ്ചായത്തിന്റെ വലിയൊരു ഭാഗം ഈ ഡിവിഷന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അതാണ് ഈ തിരിച്ചടിക്ക് കാരണം, അല്ലെങ്കിൽ ഈ മയ്യിൽ സീറ്റ് നഷ്ടപ്പെടാനുണ്ടായ കാരണം എന്നാണ് CPM വ്യക്തമാക്കുന്നത്. എന്തായാലും അതൊരു വലിയ ആഘാതം. മയ്യിൽ എന്നത് CPMന്റെ എപ്പോഴും ഒരു ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ആ പഞ്ചായത്തിന്റെ പേരിലുള്ള, ആ സ്ഥലത്തിന്റെ പേരിലുള്ള ഒരു ഡിവിഷൻ അത് LDFന് നഷ്ടപ്പെടുക എന്നത് അവിടുത്തെ പാർട്ടിക്കും അവിടുത്തെ ആളുകൾക്ക്, പാർട്ടി പ്രവർത്തകർക്കൊക്കെ വലിയ ആഘാതമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊന്നുമില്ലാതെയാണ് ആ ഡിവിഷൻ ഇത്തവണ UDF കൊണ്ടുപോയത് എന്നുള്ളതാണ് LDFനെ വലിയ രീതിയിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം. ഡിവിഷൻ നിലനിർത്താനുള്ള എല്ലാ പ്രവർത്തനങ്ങളും LDF നടത്തിയതാണ്. പക്ഷേ വോട്ട് വന്നപ്പോൾ അവിടെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കനത്ത തിരിച്ചടിയാണ്. എന്തായാലും ജില്ലാ പഞ്ചായത്തിൽ മറ്റ് വലിയ തോതിലുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാതെ ഏതാണ്ട് അവർ പ്രതീക്ഷിച്ചിരുന്ന എല്ലാ സീറ്റുകളിലും വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മയ്യിലാണ് ഒരു അപ്രതീക്ഷിതമായ ഒരു വിധി ഉണ്ടായിട്ടുള്ളത്. നടുവിൽ, പയ്യാവൂർ, കൊട്ടിയൂർ, കൊളവല്ലൂർ, കൂടാളി, മയ്യിൽ, കൊളച്ചേരി, മാട്ടൂൽ എന്നീ ഡിവിഷനുകളിലാണ് UDF വിജയിച്ചത്. മറ്റ് എല്ലാ ഡിവിഷനുകളിലും LDF വിജയിക്കുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വിജയിച്ചിട്ടുണ്ട് പെരളശ്ശേരി ഡിവിഷനിൽ നിന്നും. വൈസ് പ്രസിഡന്റായി പരിഗണിക്കുന്ന SFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീ പിണറായി ഡിവിഷനിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചിട്ടുണ്ട്. എന്തായാലും ജില്ലാ പഞ്ചായത്ത് ഭരണം ഇത്തവണയും LDFന് തന്നെയാണ്, അതിൽ ഒരു സംശയവുമില്ല. ഈ മൊത്തത്തിൽ ഒരു കാര്യം നോക്കുമ്പോൾ കൂടുതൽ UDFനേക്കാൾ കൂടുതൽ ഇപ്പോഴും കണ്ണൂർ ജില്ലയിൽ ആകെ പഞ്ചായത്തുകളായാലും നഗരസഭകളായാലും ബ്ലോക്കുകളായാലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനായാലും എല്ലാം LDFന് തന്നെയാണ് അധികം. കഴിഞ്ഞ തവണത്തേതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരു ആഘാതം കണ്ണൂർ ജില്ലയിലുണ്ട്. പക്ഷെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കണ്ണൂരിൽ ആ തോൽവിയുടെ ആഘാതം കുറച്ച് കുറവാണ് എന്നത് ആശ്വസിക്കാം കണ്ണൂരിലെ CPMന്. മനോജ്, അതോടൊപ്പം തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ 11-ൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമാണ് LDFന് നഷ്ടമായിരുന്നത്. പക്ഷേ ആ ബ്ലോക്ക് പഞ്ചായത്ത് ഇരിട്ടി ഇത്തവണ LDF തിരിച്ചു പിടിച്ചിട്ടുണ്ട്. പക്ഷേ തളിപ്പറമ്പും അതോടൊപ്പം തന്നെ പേരാവൂരും വർഷങ്ങളായി CPMനൊപ്പം LDFനൊപ്പമുള്ള 2 ബ്ലോക്ക് പഞ്ചായത്തുകൾ നഷ്ടമായിരിക്കുന്നു LDFന്. അതെങ്ങനെയാണ് പാർട്ടി നോക്കിക്കാണുന്നത്?
ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇത്തവണ വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിൽ നേരത്തെ കണ്ണൂരിന്റെ കാര്യം പറഞ്ഞപ്പോൾ കണ്ണൂരിൽ 10ഉം 3ഉമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്തവണ കണ്ണൂരിൽ ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്തിൽ UDFന് സീറ്റ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നത് CPM ഇപ്പോൾ പരിശോധിക്കുകയാണ്. അതിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ വലിയ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് CPM വിലയിരുത്തുന്നത്. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് നഷ്ടപ്പെട്ടത് വലിയ ആഘാതമാണ്. അതേസമയം ഇരിട്ടി തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ ആ ആഘാതത്തിന്റെ ഒരു കുറക്കുന്നു എന്ന് മാത്രമാണുള്ളത്. അതോടൊപ്പം തന്നെ എടക്കാടും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്തുകൾ നമ്മൾ മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി LDFന് ഉണ്ടായിട്ടുണ്ട്. ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ഈ ഡിവിഷൻ പുനർനിർണയം വലിയ രീതിയിൽ ഒരു തിരിച്ചടി ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ LDF വിലയിരുത്തുന്നത്. കഴിഞ്ഞ തവണത്തേതിൽ നിന്നും മാറി ഈ ഡിവിഷനുകളുടെ ഈ ഘടനയൊക്കെ തന്നെ മാറി അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി മാറുന്ന ഒരു സാഹചര്യം കണ്ണൂർ കോർപ്പറേഷന്റെ കാര്യത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് LDF ഇപ്പോൾ വിലയിരുത്തുകയാണ്. അപ്പോൾ ഈ പുനർവിഭജനത്തിൽ കാര്യമായ ഒരു ഇടപെടൽ നടത്താൻ LDFന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി പാർട്ടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ ഡിവിഷൻ പുനർനിർണയത്തിൽ വന്ന ഒരു കാര്യം അതാണ് ഇപ്പോൾ ഈ തിരിച്ചടിക്കൊക്കെ കാരണം എന്ന് ഇപ്പോൾ CPM വ്യക്തമാക്കുന്നുണ്ട്. ആ വോട്ടിന്റെ സ്വഭാവം മനസ്സിലാക്കുന്നതിൽ CPM പരാജയപ്പെട്ടു പോയി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ ഫലം നമുക്ക് മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അർജുൻ.